പെരിയാർ നദിയുമായിട്ട് ചേരുന്ന ഒരു തടാകമാണ് തട്ടേക്കാട്. മനസ്സിന് ആനന്ദകരവും ആസ്വാദ്യകരവുമാകുന്ന ഒരു നല്ലൊരു കുളിർമ ഏകുന്ന ഒരു അന്തരീക്ഷമാണ് തട്ടേക്കാടിൻ്റെ അന്തരീക്ഷം. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ദുരനുഭവമായിട്ട് മാറിയ തട്ടേക്കാട് ബോട്ട് അപകടം, അതിനുശേഷം വീണ്ടും ഒരു ഉണർവിലേക്ക് വരികയാണ് തട്ടേക്കാട്. ഇപ്പോൾ കണ്ട ബോട്ട് നല്ല ന്യൂ ജനറേഷൻ ശൈലിയിലുള്ള ബോട്ടുകളാണ് ഇപ്പോൾ. അന്നത്തെ 2 വഞ്ചിയിൽ ഘടിപ്പിച്ച ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ബോട്ടല്ല. അതുകൊണ്ട് തികച്ചും സുരക്ഷിതമായിട്ടുള്ള ഒരു ജലയാത്ര നടത്താൻ ഇവിടെ അനുയോജ്യമാണ്. കാടിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർക്ക് ഈ തട്ടേക്കാട് ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ് നൽകുന്നത്. ഒരുപാട് ദേശാടനക്കിളികൾ വിരുന്നു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് തട്ടേക്കാട്. പക്ഷികളെക്കുറിച്ച് പഠിക്കാനും അവരുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് അറിയാനും ഡോക്ടർ സലീം അലി നടത്തിയ ഒരു ജലപാത കൂടിയാണ് ഈ തട്ടേക്കാട്. 1983 ഓഗസ്റ്റ് 27 ആണ് കേരളത്തിലെ ഏക ഉഷ്ണമേഖല വന പക്ഷി സങ്കേതമായിട്ട് തട്ടേക്കാട് നിലവിൽ വന്നത്. കേരളത്തിൽ കണ്ടുവരുന്ന 590 ഇനം പക്ഷികളിൽ നിന്ന് 322 ഇനം ഏകദേശം ഈ തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്ര പ്രദേശങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഇടമായിട്ടാണ് ഈ തട്ടേക്കാടിനെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കാണാനുള്ള കൗതുകം നമ്മളിലും ഉണ്ടാകില്ലേ? അപ്പോൾ എല്ലാവരും തട്ടേക്കാട് ഒരു ടൂർ പാക്കേജ് ഉൾപ്പെടുത്തുക. തട്ടേക്കാട് പക്ഷി സങ്കേതം വീക്ഷിക്കുക. തടാകത്തിൻ്റെ ഇരുവശങ്ങളിലെ കണ്ണിന് കുളിർമ ഏകുന്ന കാഴ്ചകളും കണ്ട് ഒരു നല്ലൊരു ജലയാത്രയും നടത്തി മനസ്സ് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബുമായിട്ട് ഈ തട്ടേക്കാടിൽ നിന്നും നിങ്ങൾക്ക് മടങ്ങാം. ഒരിക്കൽ കൂടി പറയുന്നു, തട്ടേക്കാട് നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അടുത്തൊരു കാഴ്ചയുമായി വരുന്നത് വരെ തട്ടേക്കാടിൽ നിന്നും ഞാൻ മടങ്ങട്ടെ.